നടയാനേ, നടക്കാനേ, നേരെ നടക്കാനേ. ആനനെ ഏതായാലും നമുക്ക് മേയ്ക്കാൻ പറ്റില്ല. എനിക്ക് മേയ്ക്കാൻ പറ്റുന്ന ഒരു കാറാണ്. കാറിൻ്റെ ഒരു പാപ്പാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഫ്ലൈവിൽ മലയാളത്തേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് BMW 740 Li എന്ന് പറഞ്ഞ 7 സീരീസിൻ്റെ പെട്രോൾ വേരിയൻ്റ് ആണ്. 1 ലെവൽ ഓട്ടോണോമസ് കാറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ കൺട്രോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നോട്ടാനേ എന്ന് പറഞ്ഞാൽ ഈ കാറ് പിന്നോട്ട് പോകും. നിൽക്കാനേ, നിന്ന്. മുന്നോട്ട് വരുത്തണോ? നടയാനേ, അടുത്തേക്ക് നിൽക്കണോ? ആനക്ക് അനുസരണ കുറവുണ്ട്. നടയാനേ, നടയാനേ, ഇങ്ങോട്ട് നടയാനേ. സോ ഈ റിമോട്ട് വെച്ച് ഈ കാർ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പുതിയ 7 സീരീസിൻ്റെ ഏറ്റവും ഒരു സവിശേഷത വന്നിരുന്നത്. ഓട്ടോണോമസ് ലെവലിൽ ഫസ്റ്റ് ലെവൽ ഓട്ടോണോമസ് സിസ്റ്റമാണിത്. ടൈറ്റായിട്ടുള്ള പാർക്കിങ്ങിലോ അല്ലെങ്കിൽ നമുക്ക് എഞ്ചിൻ ഓഫ് ചെയ്യണേന് നമുക്ക് അത്തരത്തിലുള്ള സിറ്റുവേഷനിലെല്ലാം തന്നെ ഈ കാറ് നമുക്ക് ഓട്ടോണോമസ്ലി കൺട്രോൾ ചെയ്യാവുന്ന റിമോട്ട് കൺട്രോൾ കീ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ ഇതാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള. ഈ ഒരു റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. BMW ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് 7 സീരീസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് 6ാമത്തെ തലമുറയാണ്. G11 G12 എന്ന് പറയുന്ന സീരീസിൽ പെടുന്നതാണ്. G11 എന്ന് പറയുന്ന ഷോർട്ട് വീൽ ബേസ് ആണ്. ഇന്ത്യയിൽ വന്നിരിക്കുന്ന ലോങ് വീൽ ബേസ് ആണ് G12 എന്നാണ് പറയുന്നത്. ഈ ഒരു 7 സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2015-ലാണ്. ഇന്ത്യയിൽ ഉടനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷമായി. ഈ ഫേസ് ലിഫ്റ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ഇൻ്റർനാഷണലി ഫേസ് ലിഫ്റ്റ് വന്നു. നമുക്കറിയാം വലിയ ഗ്രില്ലും പുതിയൊരു ഹെഡ്ലൈറ്റുകളായിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിലും നമുക്ക് ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു മോഡലിനെ ഞാൻ എപ്പോഴും കൊണ്ടുവരാൻ കാരണം ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാർ മാനുഫാക്ചറിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സെഗ്മെൻറ്റാണ്. ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഡിസൈനിൻ്റെ മേന്മയും അതുപോലെ തന്നെ ബെറ്റർ ഫീച്ചറും ടെക്നോളജി എല്ലാം കൊണ്ടുവരാറുള്ളത് ഈ ഒരു സെഗ്മെൻറ്റിലാണ്. അപ്പോൾ BMW സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും കൊണ്ടുവന്നിട്ടുള്ളൊരു മോഡലാണ് 7 സീരീസ്. ഇന്നും അത് ഏറ്റവും റിഫൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാറുകളിലൊന്നാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് BMW കാർസ് എന്ന് പറയാം. ആൻഡ് ഇന്നിപ്പോൾ അറിയാം നമുക്ക് ബെസ്റ്റ് കാർ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലുള്ള കാർസിനെ പറയാറില്ല. അതിന് കോമ്പീറ്റ് ചെയ്യാവുന്ന ഒരു കാറും കൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു ഫേസ് ലിഫ്റ്റിനോട് അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇത് കൊണ്ടുവരാൻ കാരണം. ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ BMW 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഒരു ഫിലോസഫിയാണ് ഇതിൽ കാണാനുള്ള വലിയൊരു ഗ്രില്ലായിട്ട് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ പുതിയത് വലിയ ഗ്രില്ല് ഇതിനേക്കാളും വലുതാവുന്നതുകൊണ്ട് ചിലപ്പോൾ ചെറുതായി തോന്നിയേക്കാം. പക്ഷേ അന്നതൊരു വലിയ ഗ്രില്ലായിരുന്നു. 3D എഫക്റ്റോട് കൂടിയിട്ട് ഹെഡ്ലൈറ്റ് ഫ്യൂസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്. ഇതിൽ വന്നിരിക്കുന്നത് ലേസർ ലൈറ്റാണ്, ഓപ്ഷനായിട്ട് കിട്ടുന്നതാണ്. LED വരുന്നുണ്ട്. അതിൻ്റെ ഒരു കറോണ റിംഗ് ഡിസൈൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. ലേസറിൻ്റെ ഒരു ഹൈലൈറ്റാണ് ആ ബ്ലൂ കളർ നെറ്റ് നിൽക്കുന്നത്. ബമ്പറും വൈഡായിട്ടുള്ള ബമ്പറാണ്. 2 ട്രിം വരുന്നുണ്ട്. ഇത് ലക്ഷറി ട്രിമ്മാണ്. അതുപോലെ തന്നെ M Sport ഗ്രില്ലുണ്ട്. അതിൽ M Sportനേക്കാളും എനിക്ക് കൂടുതൽ അട്രാക്ട് ചെയ്ത് തോന്നുന്നത് ഈ ലക്ഷറി ട്രിമ്മാണ്. ക്രോമെല്ലാം വരുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിനെ ശരിക്കും മാച്ച് ആവുന്ന തരത്തിലല്ല. സോ ഫ്രണ്ടിൽ BMW ഒരിക്കലും മിസ്റ്റേക്ക് ആവാത്ത തരത്തിലുള്ളൊരു ഡിസൈൻ ഫോം 7 സീരീസ് ക്യാരി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നോടിയായിട്ട് വന്നിരിക്കുന്ന 5 സീരീസിലും ഒരു ബേബി 7 സീരീസ് ആയി തോന്നുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. 7 സീരീസിൻ്റെ ഒരു സൈസ് അറിയണമെങ്കിൽ സൈഡിലേക്ക് വരണം. ഏകദേശം 5.2 മീറ്റർ ലോങ് ആയിട്ടുള്ള കാറാണ്. അത് അറിയുന്നൊരു ഭാഗം ഈ സൈഡ് പ്രൊഫൈലാണ്. BMW ഒരു സിഡാൻ പ്രൊപ്പോർഷനാണ് 7 സീരീസ് വന്നിരിക്കുന്നത്. ബോണറ്റ് ലോങ് ആയി നിൽക്കുന്നതും വലിയൊരു ഗ്രീൻ ഹൗസോട് കൂടി നിൽക്കുന്ന കുറച്ച് ലേറ്റ് ബാക്ക് ആയിട്ടുള്ളൊരു ക്യാബിനും ചെറിയ ബൂട്ടായിട്ട് തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് സാധാരണ BMW ഒരു ടിപ്പിക്കൽ 3 ബോക്സ് ഡിസൈൻ എന്ന് പറയുന്നത്. ഹലോ, വണ്ടി കണ്ടിട്ട് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഫോം നിലനിർത്തിയിട്ട് അതിൽ BMW ഐഡൻറ്റിറ്റി നിൽക്കുന്ന ഈ ഒരു ക്ലിങ്ക് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ക്രോം വന്നിട്ടുണ്ട്. മൊത്തത്തിൽ BMW ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെ അതിൽ വന്നിരിക്കുന്നത്. ലക്ഷറി വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ക്രോമിൻ്റെ ഒരു ഇൻസേഷൻ ഒരുപാട് കാണാം. അതിൽ ഒരു താഴെ കൊടുക്കുന്ന ഒരു ക്രോമെല്ലാം തന്നെ സാധാരണ M Sportലാണെങ്കിൽ ഡാർക്ക് കളറും ഇതിലാണെങ്കിൽ ക്രോം ആയിട്ടുള്ള രീതിയിലുള്ള. ഇതിന് സാധാരണ ഒരു കോൺട്രവേഴ്സി ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കായിട്ട് പറയാറുള്ളത് ഈ ഐസ് ഹോക്കി സ്റ്റിക്ക് ഉണ്ട്. അതിനെ പോലെയാണെന്നാണ് പല എക്സ്പേർട്സും പറഞ്ഞത്. ജോണി ലിബർമാനോ അതുപോലെ ക്രിസ് ഹാരിസ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഇതിൽ ചേഞ്ച് പുതിയ 7 സീരീസിൽ വന്നിട്ടുണ്ട്. ആ പുതിയ 7 സീരീസ് വരുമ്പോൾ നമുക്ക് കാണാം. ബൈ. പുള്ളിക്കാരൻ പോയി. BMW റിയർ ആൻഡ് ഡിസൈൻ്റെ ഒരു ടിപ്പിക്കൽ ഫോം എന്നാണ് 7 സീരീസിൽ കാണുന്നത്. BMW ഏതൊരു എടുത്തു കഴിഞ്ഞാലും അതിലുള്ളൊരു ഡിസൈൻ ഐഡൻറ്റിറ്റി നിൽക്കുന്ന എൽ ഷേപ്പിലുള്ള ടെയിൽ ലൈറ്റ്.
ബൂട്ടിലൊക്കെ കയറി നിൽക്കുന്ന രീതിയിലുള്ള അത് 7 സീരീസിൽ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ആയിട്ടുള്ളൊരു ക്രോം പോർഷൻ വരുന്നുണ്ട്. ആ ഒരു ക്രോമിൻ്റെ ഒരു ഭാഗം ടെയിൽ ലൈറ്റിലും കയറി നിൽക്കുന്നുണ്ട്. ക്രോമിൻ്റെ ഒരുപാട് ഇൻസെഷൻ താഴെ നമുക്ക് ബമ്പറിലും കാണാൻ പറ്റുന്നു. വലിയ 2 എക്സോസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നതിൽ എക്സോസ്റ്റിൽ രണ്ടിലും ആക്ച്വലി പൈപ്പ്സ് ഉണ്ട്. എന്നാൽ 730 LD ആകുമ്പം അവിടെ ശരിക്കും ഡമ്മി ആയിട്ട് വരുന്നത്, എക്സോസ്റ്റ് താഴേക്ക് വരുന്നത്. അത് ഇന്നത്തെ പല ജർമ്മൻ കാസിലും കാണുന്ന ഒരു മിമിക്കായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഡമ്മി ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് വെക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ രണ്ടിലും എക്സോസ്റ്റ് പൈപ്പ് വരുന്നു എന്നുള്ളതാണ് ഒരു ആകർഷണീയത. ഉണ്ടോ? രണ്ടിലുണ്ട്. അപ്പം ഈ ഒരു പോർഷനും കൂടി ചേരുമ്പം ഒരു BMW ഒരു ടിപ്പിക്കൽ ഒരു ലക്ഷറി എലഗൻറ്റ് ഡിസൈൻ 7 സീരീസിൽ കാണുന്നത് പുതിയ 7 സീരീസ് റീറ്റെയിൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസും ലഭിക്കുന്നു. നമുക്കൊരു വീക്കെൻഡ് ബൂട്ട് ലഗേജിന് വയ്ക്കാവുന്ന ഒരു അത്രയും സ്പേസ് ബൂട്ടിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാസിലും സെയിം ആണ്. കുറച്ചുകൂടി ചെറിയ കൗണ്ട് 7 സീരീസിന് കൂടുതലായിട്ടാണ് ക്ലെയിം ചെയ്യുന്നത്. സോ അതും കൂടെ ചേരുമ്പോൾ പ്രാക്ടിക്കലിയും 7 സീരീസ് വളരെ ഒരു പ്രാക്ടിക്കൽ കാറായിട്ട് മാറുന്നുണ്ട്. ഏതൊരു ഫ്ലാഗ്ഷിപ്പിനെ പോലെയും 7 സീരീസ് ഇൻറ്റീരിയറിൽ ഏറ്റവും അധികം ലോഡിങ്ങോട് കൂടിയിട്ടാണ് BMW അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അത് എല്ലാ തരത്തിലും കാണാൻ പറ്റുന്നുണ്ട്. ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ BMW ടിപ്പിക്കൽ ഡിസൈൻ ഐഡൻറ്റിറ്റി ഇവിടെ എല്ലാം കാണുന്ന രീതിയിലുള്ള സെൻറ്ററിൽ വന്നിരിക്കുന്ന ആ ഒരു സെൻറ്റർ കൺസോളിൽ അത് വളരെ വ്യക്തമാണ്. പോന്തി നിൽക്കുന്നുള്ള ഒരു സ്ക്രീനാണ്. ഇപ്പോൾ ടച്ച് സ്ക്രീനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പുറമെ ഇതിൽ ജസ്റ്റർ കൺട്രോൾസ് ഉണ്ട്. ഇത് ചാനൽ മാറുന്നൊരു സിസ്റ്റമാണത്. അതുപോലെ തന്നെ വോയിസ് കൂടണമെങ്കിൽ ഇങ്ങനെ തിരിച്ചാൽ കിട്ടേണ്ടതാണ്. കിട്ടുന്നില്ല കിട്ടും. പിന്നീട് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി കുറയുന്നുണ്ട്, കൂടിയിട്ടില്ല, കൂടേണ്ടതാണ്. എനിവേ ഈ ഒരു ജസ്റ്റ് കൺട്രോളും BMW 7 സീരീസിൽ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ക്രീനോട് കൂടിയിട്ടുള്ള കൺട്രോൾസാണ് താഴെ വരുന്നത്. അതിൽ സീറ്റ് കൂളിങ്ങും ഹീറ്റിങ്ങും അതുപോലെ തന്നെ എയർ ഫ്രഷ്നറുടെ എല്ലാം തന്നെ വരുന്നുണ്ട്. അൺഫോർച്യുനേറ്റ്ലി ഈ ഒരു കാറിൽ എയർ ഫ്രഷ്നർ വെച്ചിട്ടില്ല, അതുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. 2 തരത്തിലുള്ള എയർ ഫ്രഷ്നർ അറ്റ് എ ടൈം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം 7 സീരീസിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ലെതർ റാപ്ഡ് ആണ്. BMW ഇടക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു ഒരു ക്വാളിറ്റിയിൽ ഉണ്ടായിരുന്ന ഇഷ്യൂ. അത് എസ്പെഷ്യലി ഇൻറ്റീരിയറിൽ അത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തതായിട്ട് ഈ പുതിയ 7 സീരീസിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ലെതറെല്ലാം തന്നെ ഒരു ഒറിജിനൽ ലെതറാണ്. അതിൻ്റെ ടച്ച് ആൻഡ് ഫീൽ നന്നായിട്ടുണ്ട്. സ്റ്റിച്ചസിൻ്റെ എല്ലാം ക്വാളിറ്റി നന്നായിട്ടുണ്ട്. മൊത്തത്തിലുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെയധികം നന്നായതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു ബീച്ചും ഗ്രോണും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനുള്ളത്. ആക്ച്വലി ബീച്ചിൻ്റെ ഒരു ഡ്രോബാക്ക് സോറി കണ്ടില്ലേ, ഇടയ്ക്ക് ജസ്റ്റർ കൺട്രോൾ വരുന്നതാണ്. ബീച്ചിൻ്റെ ഒരു ഡ്രോബാക്ക് ഞാൻ പറഞ്ഞത് വീണ്ടും ഈ ഒരു ലൈറ്റ് കളറാണ്. ആ ഒരു കളറിന് പക്ഷേ നമുക്ക് പെട്ടെന്ന് മുഷിയാത്ത തരത്തിലുള്ള കുറച്ചുകൂടി ഒരു യെല്ലോ സ്റ്റോൺ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു കളറിൻ്റെ ഒരു അട്രാക്ഷൻ. അതിന് മാച്ച് ആവുന്ന തരത്തിൽ നല്ലൊരു ഓക്വുഡ് കളറായിട്ടുള്ള ഓക്വുഡിൻ്റെ ഒരു ട്രിമ്മ് വന്നിട്ടുണ്ട്. സെൻറ്റർ കൺസോളിൽ ജോയ്സ്റ്റിക്കോട് കൂടിയിട്ടുള്ള എല്ലാം തന്നെ ഇപ്പോൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗും നല്ല ഒരു മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ളൊരു 3 സ്പോക്ക് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. BMW ടിപ്പിക്കൽ സ്റ്റിയറിംഗ് ആണ്. LCD സ്ക്രീനാണ് മീഡിയ കൺസോളിൽ വന്നത്. അതും തന്നെ വ്യത്യസ്ത മോഡുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ സീറ്റിംഗ് കൂളിങ്ങും ഹീറ്റിംഗ് എല്ലാം കൂടിയിട്ടുള്ള ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണ്. നല്ലൊരു സീറ്റ് പൊസിഷനാണ് സാധാരണ 7 സീരീസിൽ ഉണ്ടായിരുന്ന ഒരു കമാൻഡിങ് ഫീൽ ലഭിക്കുന്ന രീതിയിൽ അതെല്ലാം റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല സപ്പോർട്ടീവായിട്ടുള്ള സീറ്റാണ്. തൈ സപ്പോർട്ടെല്ലാം തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. മൊത്തത്തിൽ ഇൻറ്റീരിയറിനെ വെച്ച് പറയുമ്പം ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരേണ്ട രീതിയിലുള്ള ഒരു പ്രീമിയം ഇൻറ്റീരിയർ ആയിട്ട് തന്നെയാണ് 7 സീരീസിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. BMW 7 സീരീസ് ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ് BMW നൽകുന്നുണ്ട്. അതിൽ ഒരു മോഡലാണ് 740 Li. ഇതിൻ്റെ താഴെ വരുന്ന 730 LD ഉണ്ട്. 760 LiM എന്ന് പറയുന്ന വേർഷനുണ്ട്. അതിൽ 3 ലിറ്റർ ആയിട്ടുള്ള പെട്രോൾ പവർ ട്രെയിനാണ് ഇത്. 3 ലിറ്റർ പെട്രോൾ ഇൻലൈൻ 6 സിലിണ്ടറാണ്. V8ഉം ഇൻലൈൻ 6 ഡീസലും V12 എല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ളൊരു പവർ ട്രെയിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ വന്നിരിക്കുന്ന പവർ എന്ന് 326 PS ആണ്. 450 Nm ആണ്. അതായത് 326 PS എന്ന് പറയുമ്പം ഏകദേശം 322 HP ആണ് വരുന്നത്. ഇത് ഞാൻ ചെറിയൊരു വ്യക്തത തരാം. ഇന്നിപ്പോൾ ഇന്ത്യയിൽ വണ്ടികളെല്ലാം തന്നെ ഹോമോലോഗേറ്റഡ് സർട്ടിഫൈ ചെയ്യുന്ന ബോഡിയാണ് ARI എന്ന് പറയുന്ന ബോഡി, ഓട്ടോമൊബൈൽ റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ നോം പ്രകാരം അവർ യൂസ് ചെയ്യുന്നത് PS എന്ന് പറയുന്ന ജർമ്മൻ ഫോമാണ്. ചെറിയൊരു ഡിഫറൻസ് BHP ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് PS എന്നുള്ള പ്രത്യേകിച്ച് പറയുന്നത്. ഇതിനോട് ഈ എഞ്ചിനോട് മേറ്റ് ചെയ്തിട്ടുള്ള ZF-ൻ്റെ 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഇന്നിപ്പോൾ ZF-ൻ്റെ ഗിയർ ബോക്സ് ആണ് ഒട്ടുമിക്ക എല്ലാ കാറുകളിലും
വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗിയർ ബോക്സ് മാനുഫാക്ചേഴ്സ് ആയിട്ട് തന്നെ ZF അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള ഡ്രൈവ് ലഭിക്കാനുള്ള രീതിയിലുള്ളൊരു പവർ ട്രെയിനാണിത്. പെട്രോൾ ആയതുകൊണ്ടുള്ളൊരു ക്വിക്നെസ് എല്ലാം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 50 Nm ടോർക്ക് ഉള്ളെങ്കിൽ കൂടി പവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാറ് ഉപയോഗിക്കുന്ന ആളുകളിൽ മിക്കവാറും എല്ലാവരും തന്നെ ഒരു റിഫൈൻമെൻറ്റും അതിൻ്റെ ഒരു കംഫർട്ടായിരിക്കും കൂടുതൽ നോക്കുക. അതുകൊണ്ട് ഞാൻ ആ ഒരു ആസ്പെക്റ്റിലാണ് കൂടുതൽ ഇന്ന് നോക്കുന്നത്. ഇപ്പം നമ്മളിപ്പം എൻ്റർ ചെയ്യുന്ന കുറച്ച് മോശമായ റോഡിലാണ് ഞാൻ ഈ ഒരു മോശമായ സ്ട്രെച്ചിലേക്ക് വന്നത് തന്നെയാണ്. കാരണം ഈ ഒരു മോശമായ റൂട്ടിൽ പോലും നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ളൊരു റൈഡാണ് 7 സീരീസ് നൽകുന്നത്. ഫുൾ എയർ സസ്പെൻഷനോടുകൂടിയുള്ള സസ്പെൻഷനാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. 7 സീരീസിൽ സെമി മാത്രമായിരുന്നു, ബാക്കിൽ മാത്രം വന്നു. ഇപ്പോൾ പുതിയതിലൂടെ അഡാപ്റ്റീവ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ കൂടി വന്നതോടുകൂടി നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള റൈഡ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു NVH ഒന്നും തന്നെ അധികം ഇല്ല. ഉള്ളോട്ടൊന്നും അധികം സൗണ്ട് വരാത്ത രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ റിഫൈൻമെൻറ്റും അതുപോലെ തന്നെ റോഡ് നോയ്സും വിൻഡ് നോയ്സും എല്ലാം വളരെ കുറവാണ്. ഒരു തരത്തിലുള്ള ഹാഷ്നെസ്സും ഫീൽ ചെയ്യില്ല. ഈ ഒരു കാര്യം വരുമ്പോൾ ഇതിൻ്റെ മെയിൻ എതിരാളിയായിട്ടുള്ള മെർസിഡീസ് S-ക്ലാസിൻ്റെ ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അത്രയും തന്നെ റൈഡ് കംഫർട്ട് ലഭിക്കുന്നുണ്ട്. എത്ര മോശമായ റൂട്ടിലും ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള റൈഡാണ് ലഭിക്കുന്നത്. അത്യാവശ്യം ഞാനൊരു മോശമായ രീതിയിൽ തന്നെ എടുത്ത് നോക്കിയതാണ് അതൊന്ന് കാണിക്കാൻ വേണ്ടി. സോ ദാറ്റ് വേ ഈ ഒരു സസ്പെൻഷൻ ഏറ്റവും നല്ലൊരു സസ്പെൻഷനിൽ ഒന്നായിട്ട് തന്നെ വേണമെങ്കിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. പിന്നെ പുറമെ നല്ലൊരു സ്റ്റിയറിംഗ് ഫീൽ ലഭിക്കുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്കിംഗ്. അപ്പോൾ ഡ്രൈവിങ്ങിൽ വെച്ച് നോക്കുമ്പോൾ BMW ഒരു ഡ്രൈവിംഗ് ആസ്പെക്ട്സ് എല്ലാം വരുന്നുണ്ട്. എങ്കിലും BMW ഒരു അൾട്ടിമേറ്റ് BMW സാധാരണ പറയാറുള്ള ഒരു ഡ്രൈവിംഗ് മെഷീൻ പോലെയല്ല ഈ പുതിയ 7 സീരീസ് വന്നിരിക്കുന്നത്. കാരണം BMW 3 സീരീസോ അല്ലെങ്കിൽ 5 സീരീസിലുള്ള തരത്തിലുള്ളൊരു ഡൈനാമിക്സ് ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ജനറേഷനോടുകൂടി കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു റൈഡിങ് മെഷീനും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാറായിട്ടാണ് BMW ഇതിനെ മാറ്റിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണമാണ്. പക്ഷെ അത് കൂടുതൽ കസ്റ്റമേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സും അത്തരത്തിലുള്ളൊരു ഡ്രൈവാണ് എൻജോയ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഡ്രൈവ് എൻജോയ് ചെയ്യാവുന്നൊരു കാറാണ്. എന്നാൽ ഈ ഒരു തരം കസ്റ്റമർ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റിഫൈൻഡ് റൈഡാണ് അത് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറമെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഹാമൻ കാർഡിൻ്റെ സൗണ്ട് സിസ്റ്റം, പാനോറമിക് സൺറൂഫാണ്. അതിൽ തന്നെ ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പം ഒരു ലക്ഷറിയിൽ ടോപ്പായി നിൽക്കുന്നൊരു വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. റിയർ സീറ്റ് കംഫർട്ട് വളരെയധികം ഉണ്ട്. റിയർ സീറ്റിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ റിയർ സീറ്റിൽ ഇരുന്ന് പറയാം. ഇപ്പോൾ ഡ്രൈവിനെ കുറിച്ച് പറയുമ്പം ഇതെല്ലാം മെയിൻലി ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം. പ്രത്യേകിച്ച് ഇത്തരം കാർ ഓൺ ചെയ്യുന്ന ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഡ്രൈവിംഗ് മെഷീൻ. 7 സീരീസ് എന്ന് പറയുമ്പം നമുക്കറിയാം 7 സീരീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം റിയറിലെ ഈ ഒരു സീറ്റാണെന്നുള്ളത്. കാരണം ഇത് ഓൺ ചെയ്യുന്ന മിക്കവാറും ആളുകളും കൂടുതലും ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നേക്കാൾ ഇവിടെ ഇരിക്കുന്നതായിരിക്കും പതിവ്. അതുകൊണ്ട് തന്നെ 7 സീരീസ് നിർമ്മിക്കുമ്പം BMW ഒരുപാട് ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട്. എന്നുണ്ടായിട്ടുണ്ട്. ഇത്തവണ അത് കൂടിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മെയിൻ എതിരാളി നിൽക്കുന്നത് S-ക്ലാസും അതുപോലെ തന്നെ 8 എല്ലാം തന്നെ ഇത് ഈ മോഡൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 സീരീസിൽ BMW അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമായി വന്നിരിക്കുന്നത് ഒരു സസ്പെൻഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതിപ്പം ഈ റോഡിൽ നിങ്ങൾ ആ കുലുക്കത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ ഡ്രൈവ് ചെയ്യുമ്പോൾ പറഞ്ഞതിനേക്കാളും എനിക്ക് റിയർ സീറ്റിലിരിക്കുമ്പോൾ ആ സസ്പെൻഷനെ കുറിച്ച് കൂടുതൽ പറയാൻ തോന്നുന്നുണ്ട്. കാരണം സസ്പെൻഷൻ്റെ ഒരു കംഫർട്ടിൻ്റെ ഒരു ഭാഗം വളരെയധികം കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ശ്രദ്ധ BMW നല്ലോണം കൊടുത്തതായിട്ട് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എയർ സസ്പെൻഷനാണ്, അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിത് ഈ ഒരു ഹമ്പ് ചാടുമ്പോഴൊന്നും തന്നെ മുമ്പുള്ള അത്ര പേടിക്കേണ്ടതില്ല. ഹൈറ്റ് കൂട്ടാൻ പറ്റുന്നുണ്ട്. 7 സീരീസ് ആയതുകൊണ്ട് ലോങ് വീൽ ബേസ് ആയതുകൊണ്ടും അടി തട്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിപ്പം ശ്രദ്ധിക്കേണ്ടി വരുന്നില്ല ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും. ഈ ട്രാവൽ ചെയ്യുന്ന ഭാഗത്ത് ഇരിക്കുമ്പോഴും ശരിക്കും ആ ഒരു കംഫർട്ടിൻ്റെ ഒരു ഭാഗം ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ് ലഭിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മോശമായ റോഡിലൂടെ തന്നെ നമ്മൾ പോകുന്നത്. കാരണം ബോംബെ റോഡുകൾ അതിനെ വളരെ അറിയപ്പെടുന്നുണ്ട് ഇത്രയും മോശമായ ഭാഗങ്ങളിലുള്ള. എന്നിട്ട് നല്ലൊരു കംഫർട്ടബിൾ ഡ്രൈവ് എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു മേന്മയായിട്ട് തോന്നുന്നത്. കാരണം ഇതിൻ്റെ മെയിൻ എതിരാളിയായിട്ടും ഈ ഒരു ഭാഗത്ത് തന്നെ ഏറ്റവും നല്ല സസ്പെൻഷനും S-ക്ലാസിനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. S-ക്ലാസിന് കടപിടിക്കാവുന്ന രീതിയിലുള്ളൊരു സസ്പെൻഷൻ BMW 7 സീരീസിൽ നിർമ്മിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ശേഷം വന്നിരിക്കുന്ന മുഖ്യമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിലെ സീറ്റ് തന്നെയാണ്. സീറ്റിലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലൊന്ന് പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ പില്ലോ ആണ്. പില്ലോ
നല്ലൊരു ഹെഡ് സപ്പോർട്ടാണ് ലഭിക്കുന്നത്. അതിൻ്റെ പുറമെ റിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്ലാൻഡിങ് എല്ലാം തന്നെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് അഡ്ജസ്റ്റ്, ഈ ഒരു പോർഷൻ ഷോൾഡർ സപ്പോർട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പുറകിലെ ഈ ഒരു സ്ലാൻഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നോർമലി ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിന് പുറമെ വന്നിരിക്കുന്ന ഷോഫർ പാക്കേജിൽ ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഈ ഒരു വിഭാഗം കാറുകളിലെല്ലാം കാണുന്ന തരത്തിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. രണ്ടും ഒരു സമയത്ത് നടക്കുന്നുണ്ട്. ആദ്യം റിയർ ഇത്രയും കിടക്കുന്ന രൂപത്തിലേക്ക് മാറുന്ന കൂടെ തന്നെ മുന്നിലെ സീറ്റ് ഫുള്ള് മുന്നിലേക്ക് വളഞ്ഞ് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു ഭാഗം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് റെസ്റ്റ് വളഞ്ഞിട്ട് വീണ്ടും ഫോൾഡായിട്ട് അതിൻ്റെ പുറമേ വരുന്നൊരു സപ്പോർട്ടാണ് റിയറിൽ കുറച്ചുകൂടി ഒരു ആകർഷണീയമായി നിൽക്കുന്നത്. അത് ഫുട്ട് സപ്പോർട്ടാണ്. അപ്പോൾ ഫുട്ട് റെസ്റ്റിൻ്റെ ഒരു ഭാഗം താഴേക്ക് താന്നു വരും ഫ്രണ്ട് സീറ്റിൽ നിന്ന്. അപ്പോൾ കാഫ് സപ്പോർട്ട് ഇതിന് വരുന്നില്ല. ആ ഒരു കാഫ് സപ്പോർട്ട് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഈ ഒരു ഫുട്ട് സപ്പോർട്ടിലൂടെ ലഭിക്കുന്നുള്ളതാണ് ഈ ഒരു സീറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നല്ല ഈ ഒരു പൊസിഷൻ ഇരിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു റൈഡ് പൊസിഷനാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ പുറമെ ഇവിടെ വന്നിരിക്കുന്നൊരു ടാബ്ലറ്റ് ഉണ്ട്. സാംസങ് ഡെവലപ്പ് ചെയ്തുള്ള ടാബ്ലറ്റാണ്. ഈ ടാബ്ലറ്റ് ഒരുപാട് കൺട്രോൾസ് നമുക്ക് ലഭിക്കാറുണ്ട്. അതിൽ ഇൻഫർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യാം, സ്ക്രീൻ കൺട്രോൾ ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഒരു സ്ക്രീനിൻ്റെ എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബട്ടണിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബട്ടണിൽ യൂസ് ചെയ്യുന്ന ഒരു ഫീൽ തന്നെ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഉള്ളത്. അപ്പം സാധാരണ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലുള്ള മുന്നിലുള്ള കാര്യങ്ങൾ ഇവിടുന്ന് കൺട്രോൾ ചെയ്യുന്ന കൂടെ AC, ഇൻഫർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ ലൈറ്റ്, സീറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് മസാജും ഇതിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിവിടെ വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ആവുന്ന രീതിയിലാണ് ഈ ഒരു സ്ക്രീൻ വന്നിട്ടുള്ളത്. ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പം നമുക്ക് കിട്ടുന്നൊരു ഫീലാണ് ഇതിലേറ്റവും വലിയൊരു ആകർഷണീയത തോന്നിയിട്ടുള്ളത്. ഇതിന് പുറമെ നമുക്ക് മസാജ് ഉണ്ട്. മസാജ് 3 തരത്തിലുള്ള മസാജ് ഇവിടെ ബട്ടണിലും കൺട്രോൾ ചെയ്യാം, ഈ സ്ക്രീനിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. AC-യും കൂളിങ്ങും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു ആകർഷണീയത തോന്നിയിട്ടുള്ളത്. ഇപ്പം ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഈ ഒരു വിഭാഗത്തിൽ വിടുന്ന കാറുകളുടെ മുഖ്യമായിട്ടുള്ള ഒരു ആകർഷണീയതയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഒരു വിഭാഗത്തിൽ ഏറ്റവും കാര്യപ്പെട്ടൊരു കാര്യം റിയർ സീറ്റിലുണ്ടാകുന്ന ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനും ഡ്രൈവിംഗ് എക്സ്പീരിയൻസുമാണ്. അത് 7 സീരീസ് നൽകാൻ പറ്റിയിട്ടുണ്ട്. അത് 740 എല്ലാം ആയതോടുകൂടി നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫീലും കൂടി ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ BMW അൾട്ടിമേറ്റ് ലക്ഷറി കാറാണ് 7 സീരീസ് എന്നുള്ള ഒന്നും കൂടി അത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ഈ ഒരു കാറിലൂടെ നടക്കുന്നത്. പക്ഷേ ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഡ്രോബാക്കാണ് ഫ്രണ്ടിൽ ലെഫ്റ്റ് മിറർ ഡ്രൈവറിന് ബ്ലൈൻഡ് ആവുക എന്നുള്ളത്. അത് ഒരു വലിയ ഡ്രോബാക്കാണ്. ഇതിൻ്റെ എതിരാളികൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ S ക്ലാസ്സിൽ മാത്രം ആ ഹെഡ് റെസ്റ്റ് റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. പുതിയ 8 ഞാൻ കണ്ടിട്ടില്ല, അതിലെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ഡ്രോബാക്ക് ഉണ്ട്. അതിന് മേ ബി ഒരു ഹെഡ് റെസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി ഹോണ്ട സിയാവിലും അതുപോലെ സിവിക്കിലും കണ്ട തരത്തിലുള്ളൊരു മിററിങ്, ഈ ഒരു ലെഫ്റ്റ് മിററിലുള്ള ആ ഇമേജ് ഇവിടെ സ്ക്രീനിൽ വരുന്ന രീതിയിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ സേഫ്റ്റിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചറായിരിക്കും. എന്തായാലും ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ റിവ്യൂ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്, ഈ ഒരു വിഭാഗത്തിൽ ഇതിൻ്റെ റൈവൽസും വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കാർ ഏതാണ്? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതിന് പുറമെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്താൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.